ദിവസങ്ങളിൽ നടന്ന നല്ല സാക്ഷ്യങ്ങളിലെ ഒന്ന് ഒരു ഡോളി എന്ന് പറഞ്ഞ സഹോദരിയാണ്. ഉടമ്പടി സാക്ഷിയാണ്. ഈ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഇത് സമയത്തെ നമുക്കറിയാം, ഉടമ്പടി എപ്പോഴും പലപ്പോഴും സമയത്തെ സ്വാധീനിക്കുന്ന പ്രാർത്ഥനയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളങ്ങനെ കണ്ടായിരുന്നു. സങ്കീർത്തന പുസ്തകത്തിലെ സങ്കീർത്തനത്തിലെ 81:14 അതായത് ദൈവവചനം പാലിക്കുന്നവർക്ക് ദൈവം അതിവേഗം സങ്കട നിവർത്തി വരുത്തുന്നു എന്നുള്ളത്. ഏതാണ്ട് അതിനോട് സാധർമ്യമുള്ളൊരു വചനമാണ് ജോഷുവയുടെ പുസ്തകത്തിലുള്ളത്. ജോഷുവ 4:9 ഈ ജോർദാൻ നദിയിലെ പുരോഹിതരെ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ ഭാഗമുണ്ട്. ഈ സമയത്ത് സംഭവിക്കുന്ന വിഷയം എന്താണ്? പുരോഹിതന്മാരെ തങ്ങളുടെ തോളിലെ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് നിൽക്കുമ്പോൾ അതൊരു പ്രതീകാത്മകമായ നിൽപ്പാണ്. എന്താ കാരണം? അപ്പോഴെന്താ സംഭവിക്കണത്? ജോഷുവ 4:9 തൊട്ട് ജോഷുവ 4:11 വായിക്കുമ്പോൾ എന്താ പറയണത്? ഇങ്ങനെ വാഗ്ദാന പേടകം ചുമലിലേറ്റുമ്പോൾ ജനം അതിവേഗം ജോർദാൻ കടന്നു എന്നുള്ളത്. ഇപ്പം ഈ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് നിൽക്കുന്ന പുരോഹിതന്മാരും പിന്നീട് സംഭവിക്കുന്ന അതിവേഗം 6 ലക്ഷം പുരുഷന്മാർ തന്നെ ഇത് ജോർദാൻ കടക്കുകയാണ്. ജീവിതത്തിൻ്റെ അവർ വാഗ്ദാന നാട്, ദൈവം അവർക്ക് വേണ്ടി അനുവദിച്ച വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കുകയാണ്. നമ്മൾ ഉടമ്പടി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് നിൽക്കുന്നത് അവർ ദൈവത്തെ വഹിച്ചുകൊണ്ട് നിൽക്കുക. സർവോപരി ജോഷുവയിലൂടെ ദൈവമാണ് പുരോഹിതന്മാരുടെ പാദങ്ങൾ ജോർദാനിൽ സ്പർശിക്കുമ്പോൾ ജോർദാൻ വറ്റിപ്പോകും. ആ സമയത്ത് ജനങ്ങൾ വാഗ്ദാന നാട് പ്രാപിക്കും എന്നുള്ളത് ഇത് എക്കാലത്ത് സംഭവിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ ഒരു ആധ്യാത്മിക വിവേചനമാണ്. നമുക്കറിയാമല്ലോ ഈ വചനങ്ങളുടെ ഒരു പ്രത്യേകത, വചനങ്ങളും ദൈവത്തിൻ്റെ ദാനങ്ങളുമെല്ലാം ആധ്യാത്മികമായി വിവേചിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ 2 കൊറിന്ത്യർ ശ്രദ്ധിച്ച മക്കളെ, ഞങ്ങളിലേക്ക് കടന്നു വരണം. 1 കൊറിന്ത്യർ 2:14 ഈ വചനങ്ങളെല്ലാം ഈ ദാനങ്ങളെല്ലാം ആധ്യാത്മികമായി വിവേചിക്കേണ്ടതാണ്. അപ്പം ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും, ഇപ്പം ജോഷുവയിൽ 4:9 പറയുന്ന വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന പുരോഹിതന്മാരെ ജോർദാൻ നദി ചവിട്ടുമ്പോഴേ വെള്ളം വറ്റിപ്പോണതും, ജോഷുവ 4:11 പറയുന്ന വാഗ്ദാന നാട് ജനം പ്രവേശിച്ചു എന്നല്ല, അതിവേഗം പ്രവേശിച്ചു. കാരണം താമസിക്കുന്ന എല്ലാ വിഷയവും താമസിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകളുണ്ടാകും എല്ലാ വിഷയത്തിനും. ഇപ്പം നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരീക്ഷ എഴുതാൻ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ താമസിച്ചു കഴിഞ്ഞാൽ, മണിയടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ 15 മാർക്കിന് ചോദ്യം എക്സ്ട്രാ എഴുതാതെ കിടക്കും. താമസിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അതാണത് എല്ലാ വിഷയങ്ങൾക്കും.
ഞാനിത് പറയാൻ കാരണം ഉടമ്പടി എപ്പോഴും വേഗതയുള്ള നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും, അപ്പോൾ നിങ്ങളോർക്ക് ഇങ്ങനെ ഭൗതിക കാര്യങ്ങൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഇഫക്റ്റ് വരണമെന്നല്ല, അങ്ങനെയല്ല. ദാനങ്ങളെല്ലാം പൗരസപ്പോസം പറയുന്ന പോലെ 2 കൊറിന്ത്യൻസ് നമ്മൾ വായിച്ചില്ലേ ഇപ്പോഴും. ഇപ്പം അതെല്ലാം ആധ്യാത്മികമായി, ഇപ്പോൾ 1 കൊറിന്ത്യൻസ് 2:14 എഴുതിയിരിക്കുന്ന പോലെ വചനങ്ങളെല്ലാം ആധ്യാത്മികമായി വിവേചിക്കേണ്ടതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനങ്ങളും എന്താ, ഞാൻ വചനങ്ങളില്ല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്നറിയാവോ? വചനങ്ങളും ആത്മീയമായി വിവേചിക്കേണ്ടതാണെന്നല്ല ഞാൻ പറഞ്ഞത്. ദാനങ്ങൾ മാത്രമല്ല, വചനവും ദൈവവചനവും ആത്മീയമായി വിവേചിക്കേണ്ടതാണ്. ദൈവവചനത്തിൻ്റെ ആത്മീയ വിവേചനം ഒരു വലിയ പ്രധാനപ്പെട്ട ആത്മീയ മേഖലയിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് യോഹന്നാൻ്റെ സുവിശേഷം 6:63 എന്താ ഈശോ പറയണത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. വചനം ഒരേ സമയം തന്നെ 6:63 എന്താ പറയണത്? വചനം ആത്മാവും ജീവനുമാണ്. ഞാൻ ആ ഒരു അർത്ഥത്തിലാണ് പറയണത്. എന്താണ്? വചനം ആത്മാവാണെങ്കിൽ, വചനം ജീവനാണെങ്കിൽ തീർച്ചയായും ദൈവവചനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടണം. ആത്മീയമായി വിവേചിക്കപ്പെടുമ്പോഴെന്താ സംഭവിക്കുന്നത്? ഈ ദൈവവചനം എങ്ങനെയാണ് നമ്മൾ വാഗ്ദാന പേടകമാകണത്? ഇപ്പോൾ ഉടമ്പടി എന്താ സംഭവിക്കുന്നത്? ഉടമ്പടിയിലൂടെ ആ വ്യക്തി വചനത്തെ ക്യാരി ഓവർ, വചനത്തെ വഹിക്കുകയാണ് ചെയ്യണത്. വചനത്തെ തൻ്റെ ജീവിതത്തിൽ വഹിക്കുന്നു. എന്നുവെച്ചാൽ വചനം അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു. യോഹന്നാൻ 2:5 അനുസരിച്ച് കൊണ്ട് അമ്മയാണ് ഈ വാഗ്ദാന പേടകത്തിൻ്റെ ഫോർമുല നമുക്ക് വെളിപ്പെടുത്തുന്നത്. എന്താണ്? നടക്കാത്ത കാര്യം നടക്കാൻ, ആകാത്ത സമയമാക്കി സമയം ചുരുക്കാൻ വേണ്ടി അവൻ പറയണത് പോലെ ചെയ്യാൻ. എന്നുവെച്ചാൽ ദൈവവചനം പാലിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം വഹിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വചനവാഹകരായി മാറും. ദാറ്റ് മീൻസ് നമ്മൾ വാഗ്ദാന പേടകമായി മാറും. അപ്പോഴും നമ്മൾ പരിശുദ്ധ അമ്മയാണ്, അതുപോലെ തന്നെ ദിവ്യകൃപാന, 2 വാഗ്ദാന പേടകമാണ് സഭയിലുള്ളത്. 3-ാമത്തെ വാഗ്ദാന പേടകം ഞാനും നിങ്ങളുമാണ്. 3-ാമത്തെ വാഗ്ദാന പേടകം എന്താണ്? ദൈവവചനം അനുസരിക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വാഗ്ദാന പേടകം. അവരെ പ്രളയം മുക്കിക്കളയത്തില്ലെന്നാണ് പറയണത്. വാഗ്ദാന ജീവിതത്തിൻ്റെ പ്രളയമില്ലേ? ഇപ്പം ഡോളി എന്നും പറഞ്ഞ് ഒരു സഹോദരി ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം പോർട്ടുഗലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ളവരെല്ലാവരും വൈകുന്നേരം ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് ലഭിച്ച ദൈവാനുഭവങ്ങൾ പറയുന്ന മയ്യൻ തീർത്ഥയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കാര്യം അവരെന്താ, അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് അവർക്ക് പ്രാധാന്യം കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ഉദ്ദേശമില്ല. അവർക്ക് കൊടുത്ത പ്രാധാന്യം വെച്ചാൽ അവർക്ക് 4 കൊല്ലമോ 2 കൊല്ലമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 കൊല്ലം കഴിഞ്ഞാൽ അവർ വരത്തുള്ളൂ. അവിടെ സാക്ഷ്യങ്ങൾ എത്രയും വേഗം നമുക്ക് കിട്ടുക എന്നുള്ള ഉദ്ദേശമാണ്. കാര്യം എന്താണ്? ഒത്തിരി പേര് സാക്ഷ്യം പറയാൻ വേണ്ടി വെമ്പണുണ്ട്. എന്താ കാര്യം? ദൈവം അവർക്ക് ചെയ്ത കാര്യങ്ങൾ അത് സഭാസമക്ഷം പറയുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, വചനത്തിൻ്റെ സ്ഥിരീകരണമാണ് അവിടെ നടക്കുന്നത്. വചനത്തിൻ്റെ സ്ഥിരീകരണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉടമ്പടിയുടെ സ്ഥിരീകരണം, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണം. ഇതെല്ലാം നടക്കുന്നത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് സാക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സ്ഥിരീകരണമായത് കൊണ്ടാണ്. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 16:20 എന്താണ് പറയണത്? ദൈവം അവരോട് സഹകരിക്കുകയും പറഞ്ഞേ,
ോട് സഹകരിക്കുകയും തൻ്റെ അടയാളങ്ങളാൽ അവരുടെ പ്രസംഗങ്ങളെ ദൈവവചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പം സ്ഥിരീകരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം സാക്ഷ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ബാധ്യതയാണത്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സ്ഥിരീകരിക്കുക. അപ്പോൾ ഉടമ്പടിയുടെ സ്ഥിരീകരണമായിട്ട് ഡോളി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛാ ഇത് ഈ ഹോം അവിടെ ചെന്ന് താമസിക്കുന്ന റെസിഡൻഷ്യൽ പെർമിറ്റ് പോർട്ടുഗൽ ആർക്കും കൊടുക്കണില്ല എന്നാണ് പറഞ്ഞത്. അഥവാ കിട്ടണമെങ്കിൽ 1.5 കൊല്ലം വേണം. കാരണം അവിടെ താമസിക്കാനുള്ള റെസിഡൻഷ്യൽ ലൈസൻസ് ഇവർക്കതൊന്നും അറിയത്തില്ല. ഇവർ ഉടമ്പടി ചെയ്തപ്പോൾ വെറും 1.5 ആഴ്ച കൊണ്ടാണ് 1.5 കൊല്ലം കൊണ്ട് കിട്ടേണ്ട പോർട്ടുഗൽ റെസിഡൻഷ്യൽ ലൈസൻസ് വെറും 1.5 ആഴ്ച കൊണ്ട്. ഇപ്പം ഈ സമയം എന്തുമാത്രം ചുരുങ്ങിയെന്ന് നോക്കിക്കേ. സമയം എന്തുമാത്രം ചുരുങ്ങി. ഒരു പക്ഷേ നമ്മൾക്ക് വിസ്മയകരമായ രീതിയിൽ സമയം ചുരുങ്ങി. ഇതുപോലെ തന്നെയാണ് കുടുംബങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള എല്ലാവരും, കാത്തലിക്സ്, യാക്കോബൈസ്, ഓർത്തഡോക്സുകാരെല്ലാവരും അവരെല്ലാം പറഞ്ഞത് അതിവേഗം അവരുടെ കുടുംബ പ്രാർത്ഥന സെറ്റ് ചെയ്തതെന്നാണ്. 10-12 കൊല്ലങ്ങളൊക്കെ മുടങ്ങിക്കിടന്ന് തളർച്ച ബാധിച്ച ആധ്യാത്മിക ജീവിതം ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് ആണ്, ശരിക്കും ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ആധ്യാത്മിക ജീവിതം ശക്തി പ്രാപിച്ചത്. അപ്പം ഭൗതിക മേഖലയിൽ മാത്രമല്ല ആത്മീയ മേഖലയിലും അതിവേഗമാണ്. അതാണ് വാഗ്ദാന പേടകത്തിൻ്റെ ഫോർമുലയുടെ ഗുണവത. അതാണ് ജോഷുവ 4:9 പറയുന്നത്. വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് നിന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജോർദാൻ്റെ മധ്യത്തിൽ ഊന്നി. നമുക്ക് ജോർദാൻ എന്ന് പറയുമ്പോൾ കണ്ണുനീരും ജോർദാൻ എന്ന് കേൾക്കും ഉടനെ. കാര്യം പഴയ പാട്ടാണത്. മനുഷ്യപ്രളയം, അതായത് ഇന്ന് എൻ്റെ കിച്ചണിൽ നിൽക്കുന്ന പ്രേക്ഷിത അവതരിച്ചും പറഞ്ഞ, അച്ഛാ പ്രളയം ഉണ്ടാകാൻ പോകുന്ന പോലെ സ്വപ്നം കണ്ടു, ഞങ്ങളുടെ വീടൊക്കെ ഒഴുകിപ്പോണ പോലെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തത് ഞാനവിടെ അവരോട് പറഞ്ഞു, അത് പ്രെയർ ചെയ്യേണ്ട ഒരു വലിയ സബ്ജക്റ്റാണ്. സാധുക്കളായ മനുഷ്യരെ, സത്യസന്ധരും നിഷ്കളങ്കരുമായിട്ടുള്ള മനുഷ്യരെ, അധികം ബുദ്ധിയുടെ തലക്കനം ഇല്ലാത്തവരോട് ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കും. സ്വപ്നങ്ങളിലൂടെയും അതുപോലെ തന്നെ ദർശനങ്ങളിലൂടെയും ഒക്കെ സംസാരിക്കും. ചിലപ്പോൾ ആന്തരികമായ തോന്നലുകളിലൂടെ സംസാരിക്കും. അപ്പോൾ നമ്മളത് സ്വപ്നം എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. ദൈവം ഇന്നും സ്വപ്നങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ട്. എന്നോട് ഈശോ പറഞ്ഞത്, പഴയ ഇടങ്ങളിലേക്ക് നീ പോയി തല വെക്കരുത്, നീ പ്രതിയാകുമെന്നാണ് പറഞ്ഞത്. ഒരു വലിയ സ്വപ്നം കാണിച്ചിട്ടും പറഞ്ഞതാണ്, പഴയ ഇടങ്ങളിൽ പോയി പഴയ ബന്ധങ്ങൾ, പഴയ കൂട്ടുകെട്ടുകൾ, പഴയ സംരംഭങ്ങൾ അവിടെ പോയി നീ തല വെക്കരുത്. തല വെച്ചാൽ നീ പ്രതിയാകും. എന്നാൽ ദൈവതിരുസന്നിധിയിൽ നീ തള്ളപ്പെടും. പിശാച് നിന്നെ കൈകാര്യം ചെയ്യും. നീ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നീ ആക്ഷേപമേൽക്കും. അപ്പോൾ എന്താ, ദൈവത്തോട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ഓരോരോ മെസ്സേജുകൾ ദൈവം തരും. ഈ ദൈവത്തിൻ്റെ മധുരം അടുത്ത ആൾക്കാരാണ് വേറെ ഒന്നിനും പോയി പിന്നെ തലയിട്ട് സമയം കളയാത്തത്. ദൈവത്തോടൊരു ബന്ധമില്ലാത്തവൻ കണ്ടവൻ്റെ എല്ലാ കാര്യങ്ങളും ഇടപെടും, കൊണ്ടേ തലയിട്ട് കൊടുക്കും. ആവശ്യമുള്ളതിന് നമുക്ക് തലയിടണമേ. ആവശ്യമില്ലാത്തതിന് തലയിട്ട് കാര്യമില്ല. ആവശ്യമുള്ളതിന് തലയിട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് നമുക്കൊരു ധാർമ്മിക ബാധ്യതയാണ്. ഇപ്പം തന്നെ ആവശ്യമുള്ളതിന് തലയിടണമെന്ന് പറഞ്ഞില്ലേ. ഇപ്പം തന്നെ ഇവിടെ എന്താ നടക്കുന്നത്, അഫ്യു എന്ന കല്ലറക്ക് നമ്മുടെ പാലാ പിതാവ്, കളറങ്ങാട്ട് പിതാവ്, അദ്ദേഹം എന്താ പറയണത്, അദ്ദേഹം ഒരു ഹോമിലിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ക്രിസ്ത്യൻ സഭയിൽ സെർമണുണ്ട്, അതുപോലെ തന്നെ ഹോമിലിയുണ്ട്. ഹോമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വന്തം കുടുംബാംഗങ്ങളുമായിട്ടിരുന്നുകൊണ്ട്, ഇടവകക്കാരുമായിട്ടിരുന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. ദൈവിക കാര്യങ്ങളെ
അവരുടെ ധാർമ്മിക മേഖലകളിൽ എങ്ങനെയെല്ലാം ചെലുത്തണം, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബിവെയറാകണം, ശ്രദ്ധ ചെലുത്തണം, നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം എന്ന് പറയുന്ന ഹോമിലിയാണത്. അല്ലാതെ പബ്ലിക് ഒറേഷൻസ് ഒന്നുമല്ല, പബ്ലിക് സ്പീച്ച് അല്ല, ഇറ്റ്സ് എ ഹോമിലി. ആ ഹോമിലിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അത്. ഇപ്പോഴല്ല, ഒന്നാമത്തേത് സുവിശേഷ വചനം അനുസരിച്ചുകൊണ്ട് എല്ലാ പിതാക്കന്മാരും അത് പറയാൻ ബാധ്യസ്ഥരാണ്. അത് ഗവൺമെൻറ്റിനെയും സമൂഹത്തെ ഒന്നും നോക്കിയല്ല അത് പറയണത്. അത് അവർ വാങ്ങിച്ചിരിക്കുന്ന പട്ടത്തോട് അവർ കാണിക്കുന്ന പ്രവാചികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണിത്. അതിപ്പോൾ തുടങ്ങിയല്ല, എല്ലാ കാലങ്ങളിലും പിതാക്കന്മാരും പിതാക്കന്മാരെ ഞങ്ങളെപ്പോലെ സഹായിക്കുന്ന വൈദികരുമൊക്കെ ജനങ്ങളോട്, ഞങ്ങളീ കുമ്പസാരവും കൗൺസിലിങ്ങൊക്കെ കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായ അറിവുണ്ട്. കുമ്പസാരത്തിന് തെളിവുകൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ, കൗൺസിലിങ്ങിന് തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ പറ്റത്തില്ല. അതൊരു രഹസ്യമായ ആധ്യാത്മികമായ ആത്മീയ ഉത്തരവാദിത്തമുള്ളൊരു മേഖലയാണ്. അപ്പോൾ അവിടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നാലും സഭയുടെ ഒരു സെറ്റപ്പ് അനുസരിച്ചുകൊണ്ട് ഒന്നെങ്കിൽ കൗൺസിലിങ്ങിലൂടെ, ധ്യാനകേന്ദ്രത്തിലൂടെ, അല്ലെങ്കിൽ കുമ്പസാരത്തിലൂടെ ഞങ്ങൾക്ക് കൃത്യമായ അറിവുകൾ ലഭിക്കും. ഒരിക്കലും ഒരു മെത്രാൻ ഒരു കാരണവശാലും തൻ്റെ പ്രെസ്ബിറ്റേറിയം ഉണ്ട്, സഭയിൽ തന്നെ പ്രെസ്ബിറ്റേറിയം ഉണ്ട്, എന്നുവെച്ചാൽ ഇടവക അച്ഛന്മാരുടെ എല്ലാം കൂട്ടത്തിൽ മെത്താൻ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അച്ഛന്മാരുടെ അഭിപ്രായങ്ങൾ എടുക്കും. പിന്നെ പാസ്റ്റർ കൗൺസിലുണ്ട്. പാസ്റ്റർ കൗൺസിൽ വിളിച്ചിട്ട് അൽമേരയുടെ സംഘടനയാണത്. അവരോട് ചോദിക്കും. ഇനി മെത്താൻ കുരിയായിൽ സംസാരിക്കും. മെത്താൻ അതുപോലെ തന്നെ അഡ്വൈസറി ബോർഡുണ്ട്, ഉപദേശക സമിതികളുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും സംസാരിക്കും, സഭയോട് സംസാരിക്കും. ഇപ്പോൾ KCBC പോലെയുള്ള പൊതുസഭയോട് അഭിപ്രായം ചോദിക്കും. ഇങ്ങനെ എല്ലാം ചോദിച്ച് വളരെ ഉത്തരവാദിത്വത്തോട് മാത്രമേ മെത്രാന്മാർ സംസാരിക്കത്തുള്ളൂ. കാര്യം അവർക്ക് നല്ല ഉന്നതമായ പഠനമുള്ളവരും ഈ കേരളത്തിലും പുറത്തുമൊക്കെ പഠനമുള്ളവരും കാര്യങ്ങളെക്കുറിച്ച് വൈകാരികമല്ലാതെ പ്രൗഢോജ്വലമായ വിചാരത്തോടെ സംസാരിക്കുന്നവരാണ്. നിങ്ങൾ നോക്കിക്കോ, എല്ലാ കാര്യം. ഇപ്പോൾ അതിൻ്റെ സെറ്റപ്പ് അറിയാൻ പാടില്ലാത്തവരാണ് പറയണത്, അത് വിവാദമാക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇതൊക്കെ പെട്ടെന്ന് വിവാദമാകുന്നതും. പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ്. ഇതൊക്കെ ഞങ്ങൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞങ്ങളുടെ ജനങ്ങളോട് ഹോമിലിയായിട്ട്. കാര്യം അവർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരാണ്? ഉപ്പ് പോലെ അത് കേടാകാതിരിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ജോലിയാണ്. അത് ഞങ്ങൾ ഇത്രയും കാലങ്ങളിലേക്ക് 2000 കൊല്ലം ഇവിടെ ഉണ്ടാക്കുന്ന ഇസങ്ങളോ അല്ലെങ്കിൽ ഓരോരോ കാലത്തുണ്ടാകുന്ന സഭയുടെ പ്രതിസന്ധികളോ സഭയുടെ ഏതെങ്കിലും പ്രതികൂലമായ സാഹചര്യങ്ങളോ ഒന്നും കണക്കിലെടുത്തിട്ടല്ല പറയണത്. അത് സുവിശേഷത്തിൻ്റെ നിർഭയത്വമാണ്. യേശു തന്നെ പറഞ്ഞതാണ്. എന്താണ്? നിങ്ങൾ ജാഗ്രത പുലർത്തണം, അകപ്പെടാതിരിക്കാൻ ഉണർന്നിരിക്കാൻ. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ 14:37 എന്താണ്? ഈശോ അപ്പോസ്തലന്മാരോട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ ഉണർന്നിരിക്കണം. എന്തിനുണർന്നിരിക്കണം? മർക്കോസിൻ്റെ 14:37 എന്താ പറയണത്? നിങ്ങൾ ഉണർന്നിരിക്കണം. ആര് പറഞ്ഞതാണ്? ഈശോ പറഞ്ഞതാണ്. അപ്പം ഞങ്ങൾ ഉണർന്നിരിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. സമൂഹത്തിൽ എന്തെങ്കിലും അപാചകങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉണർവ് ഞങ്ങൾ ജനങ്ങളോട് പങ്കുവെക്കും. അത് ഞങ്ങളുടെ ആധ്യാത്മികമായ ബാധ്യതയുടെ ഭാഗമാണ്. അതിൽ രാഷ്ട്രീയക്കാർക്ക് അവിടെ ഒരു ചാൻസും ഇല്ല. അവിടെ ആധ്യാത്മിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അത് പറയുമ്പോൾ ചിലർ പറയും അവരെ പരാമർശിച്ചു. ആരെയും പരാമർശിച്ചിട്ടില്ല. പ്രധാനച്ഛൻ ആരെയും പരാമർശിച്ചിട്ടില്ല. ഈശോ പറഞ്ഞൊരു കാര്യം, അതായത് മർക്കോസിൻ്റെ സുവിശേഷം 14:37 നിങ്ങൾ ഉണർവുള്ളവരായിരിക്കണം. എന്തിനാണ്? പ്രലോഭനങ്ങളിൽ അകപ്പെടരുത്. ഇപ്പം നാർക്കോട്ടിസം ഒരു പ്രലോഭനമാണ്, അത് സുവിശേഷമാണത്. പലയാലും മെത്രാനച്ഛൻ പറഞ്ഞൊരു സുവിശേഷമാണ്. എന്താണത്? നിങ്ങൾ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടരുത്, അകപ്പെടാതെ ഉണർന്നിരിക്കണം. അത് ഈശോ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഈശോ പറഞ്ഞ കാര്യം മെത്രാനച്ഛൻ ജനങ്ങളോട് പറഞ്ഞു. അത് അങ്ങേരുടെയും
സഭയുടെ മുഴുവനും അതല്ലേ സഭയെല്ലാം ആ വിഷയത്തിൽ മെത്താച്ചനെ കൊണ്ട് നിൽക്കാൻ കാര്യം എന്താണ്? ഈ വിഷയം ഇതാ. കാര്യം ഞങ്ങൾ കാണുന്നത് ഇതൊരു ആധ്യാത്മിക വിഷയമായിട്ടാണ്. വേറെയുള്ള ആൾക്കാർ മുതലെടുപ്പിന് വേണ്ടി പല വിഷയങ്ങളായിട്ട് കാണുന്നത്, രാഷ്ട്രീയ വിഷയങ്ങളായിട്ട് കാണും. അത് ഞങ്ങൾക്ക് പങ്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മാവിൻ്റെ വിഷയമാണ്. നിങ്ങൾ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇപ്പം KCBCയുടെ കമ്മീഷൻ്റെ പേരെന്താണ്? ജാഗ്രതാ കമ്മീഷൻ, ഉണർവ് കമ്മീഷനാണത്. അത് ജാഗ്രതാ കമ്മീഷൻ. അതിൻ്റെ ഉദ്ദേശം ഒന്നും ആരെയും ഉപദ്രവിക്കാനോ സങ്കടപ്പെടുത്താനോ ആരെയും കോൺട്ര ചെയ്യാനോ ഒന്നുമല്ല. നമ്മളുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അജഗണങ്ങളുടെ മേൽ ആധ്യാത്മിക ജാഗ്രത പുലർത്തണം. അവരെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ തന്നെ മന്മഥൻ സാറിൻ്റെ കാലത്ത്, MP മന്മഥൻ സാറിൻ്റെ കാലത്ത് ആലപ്പുഴയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു മദ്യം നിരോധനത്തിൻ്റെ. അപ്പോൾ എൻ്റെ ജനതയെ ബാധിക്കുന്ന വലിയ വിഷയമാണ് മദ്യത്തിൻ്റെത്. അപ്പോൾ ആ ഒരു വിഷയം ട്രേസ് ഔട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്ത് ഇറങ്ങി പ്രവർത്തിച്ചു. അത് ഷാപ്പുകാർക്കെതിരൊന്നുമല്ല, നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് ഇല്ലാത്ത 7 ഷാപ്പ്, അതുപോലെ തന്നെ നിയമാനുസൃതം പ്രവർത്തിക്കാത്ത എല്ലാ ഷാപ്പുകളും 7 ഷാപ്പുകൾ ഒരുമിച്ച് സമരം നടന്നിട്ടുണ്ട്. ഹൈക്കോടതി കേസ് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ ജനങ്ങൾക്ക് തെണ്ടിക്കാശ് വാങ്ങിച്ചാണ് കേസ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ആരെയും ഉപദ്രവിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ ആരെയും പിൻപോയിന്റ് ഗൺ പോയിന്റ് നിർത്താനോ ഒന്നുമല്ല. ഇതൊക്കെ ഈ ജീവിതം ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്കുള്ള ദൈവത്തോടുള്ള ഉത്തരവാദിത്വമാണ്. ജനത്തിനോടുള്ള ഉത്തരവാദിത്വത്തെക്കാളുപരി ദൈവത്തോടുള്ള ഉത്തരവാദിത്വമാണ്. കാര്യം അകപ്പെടാതിരിക്കാൻ, ഉടന്നിരിക്കാൻ ക്രിസ്തുവാണ് ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്. പരായല മെത്രാനച്ചൻ ക്രിസ്തു പറഞ്ഞ ആ ഒരു വിഷയമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഒരു കഥയുമില്ല. പിന്നെ ജിഹാദ് എന്ന വാക്ക് ഉപയോഗിച്ചത് തീവ്രവാദികളെ ഉദ്ദേശിച്ചാണ്, വേറെ ആരെയും ഉദ്ദേശിച്ചില്ല. ഇവിടുത്തെ മുസ്ലിംസിനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഖുറാനെ ഉദ്ദേശിച്ചിട്ടില്ല, അതുപോലെ തന്നെ ശരീഅത്തിനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊന്നും ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നമ്മൾ കയറി അഭിപ്രായം പറയുന്നത് കൂടുതൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിക്കോട്ടെ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് മതപരമായ സൗഹാർദ്ദത്തിന് ഒരു വിഷയത്തില്ല. ഞങ്ങൾ ശരീഅത്തിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, ഉണ്ടോ? ഖുർആനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് നബിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആകപ്പാടെ സംസാരിക്കുന്നത് 1% മുസ്ലിംസിൽ 1% വരാൻ സാധ്യതയുള്ള ജിഹാദികളാണ്. അത് കേരളത്തിലുണ്ടെങ്കിൽ അവിടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ ബിവെയർ ആയിരിക്കണം. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾക്കറിയാമല്ലോ, ഈ തീവ്രവാദികളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്ലേശം ഉണ്ടായിരിക്കുന്നത്? ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ക്ലേശം ഉണ്ടായിരിക്കണം മുസ്ലിം സമൂഹത്തിനാണ്. എത്ര മോസ്കിലാണ് വെടിപൊട്ടിരിക്കുന്നത്? എന്തുമാത്രം മോസ്കിൽ? അതൊക്കെ കേൾക്കും. നമുക്ക് ഞങ്ങളുടെ പള്ളിയിൽ സംഭവിക്കണ പോലെ ഞങ്ങൾക്കത് ഫീൽ ചെയ്യണത്. അല്ലാതെ അവരുടെ പള്ളിയല്ലേ എന്നുള്ള ഫീല് ഞങ്ങൾ ക്രിസ്ത്യൻസിന് ഇല്ല ശരിക്കും. കാര്യം എത്ര മോസ്കിൽ എത്രയോ മുസ്ലിം സഹോദരങ്ങളാണ് ഇതിൻ്റെ പേരിൽ ബോംബ് വെക്കപ്പെട്ട് തീവ്രവാദികളിൽ നിന്ന് മരിച്ചിരിക്കുന്നത്. അത് പൊതു പ്രശ്നമാണത്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രശ്നമല്ലത്, ഒരു പൊതു പ്രശ്നമാണ്. അപ്പോൾ ഒരു പൊതു പ്രശ്നം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് 1% ഉണ്ടായിരുന്നു. അവർ കോഴിക്കട്ടെന്ന് പറയുമ്പോൾ ആ 1% ആൾക്കാർ തലേ കൈ വെച്ചാൽ മതി. അല്ലാതെ ഈ മൊത്തം ആൾക്കാർ തലേ കൈ വെക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ അതിൻ്റെ അകത്തുണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ എല്ലാം തലേ കൈ വയ്ക്കുകയാണ്. കേൾക്കണം തലേ കൈ വയ്ക്കണം. ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അവർ മാത്രം. കോഴിക്കട്ടെന്ന് പറഞ്ഞവൻ ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അവർ മാത്രം ഉണ്ടെങ്കിൽ തലേ കൈ വെച്ചാൽ മതി. വരുന്നവരും പോണവരും ഒക്കെ തലേ കൈ വെക്കുമ്പോൾ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ. ആരാണ് ജിഹാദി, ആരാണ് ജിഹാദി? അപ്പോൾ അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കരുത് നമ്മൾ. കാര്യം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റായിട്ട് അറിയാം 99% ഇസ്ലാം വളരെ സമാധാനപ്രിയരും സ്നേഹമുള്ളവരും ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെയാണ്. അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ വിഷയം വലിച്ച് ഈ 1% വിഷയം വലിച്ച് 99% ഏറ്റെടുത്തിരിക്കണ പോലെ തോന്നിപ്പിക്കുന്നതാണ് സമൂഹ അന്തരീക്ഷത്തെ വിഷമിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ, ഇത് ഇസ് എ ഹോമിലി, ഒരു കുടുംബ പുരാണമാണ്, ഒരു സ്വകാര്യ കുടുംബ പുരാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളത് എഴുതി വായിക്കുന്നത് യഥാർത്ഥം എഴുതി വയ്ക്കുന്നത് കണ്ടില്ലേ?
അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇറ്റ്സ് അവരുടെ പ്രൈവറ്റ് കാര്യങ്ങളാണ്. അങ്ങനെ എന്തെല്ലാം മതവിശ്വസിക്കുന്നത് അവരുടെ ആലയങ്ങളിൽ എന്തെല്ലാം അവരുടെ ജനങ്ങളോട് പറയുന്നു, അതുപോലെ ഒരു കത്രയേ ഉള്ളൂ. ഇതൊരു വിഷയം ഇനി ആക്കരുത്, എത്രയും വേഗം ഇത് അവസാനിപ്പിക്കണമെന്ന് കൂടി ഈ സമയത്ത് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് വാഗ്ദാന പേടകമാകുന്നത്. ഒരു വ്യക്തി വാഗ്ദാന പേടകമാകുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ സ്പീഡ് ഉണ്ടാകുന്നത്. എന്ത് സ്പീഡ്? ആത്മീയ ജീവിതത്തിന് സ്പീഡ്, അവൻ്റെ ഭൗതിക ജീവിതത്തിന് സ്പീഡ്, എല്ലാ മണ്ഡലങ്ങളിലാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ വേറൊരു സാക്ഷി ഉണ്ടായിരുന്നു, അതായത് ഷൈജു റാഫിൻ്റെ സാക്ഷി. അത് ബഹറിൽ നിന്നാണ്. ഷൈജു റാഫിൻ്റെ സാക്ഷി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ശരീരത്തിലൊരു കുരു വരികയും പിന്നീട് അത് വ്രണമായി മാറും. അത് വ്രണമായി മാറിയിട്ട് പിന്നീട് ഡോക്ടർ പറയണത് ഈ മാംസഭോജികളായ ബാക്ടീരിയ അതിൽ പെരുകും. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ ആ മാംസഭോജികളായ ബാക്ടീരിയ പെരുകുമ്പോൾ ആ ഉന്തി ചീഞ്ഞു വരുന്ന മാംസം അത്രയും വെട്ടിക്കളയും. പക്ഷെ അത്രയും വെട്ടിക്കളഞ്ഞിട്ട് ഒന്നും നടക്കത്തില്ല. അടുത്ത ആഴ്ചയിലാകുമ്പോൾ വീണ്ടും ഇതുപോലെ മാംസം തിന്ന ബാക്ടീരിയ ചവച്ച് തുപ്പിയ മാംസം പുറത്തേക്ക് തള്ളി വരും. ഇതെന്തൊരു അസുഖമാണ്. ഇത് മാറാൻ ജിസ്മോൻ എന്ന യുവാവിൻ്റെ കാലിലാണ് ഈ അസുഖം കണ്ട് ഡയഗ്നോസ് ചെയ്യണം. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈജു റാഫേൽ ഉടമ്പടി തൈലം എടുത്തിട്ട്, കാര്യം പല പ്രാവശ്യമായി ഈ മാംസം ഇങ്ങനെ ചീഞ്ഞ് മുകളിൽ വരും, ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്ത് കളയും. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ബാക്ടീരിയ തിന്ന് ചവച്ച് തുപ്പിയ ചണ്ടി പോലെ മാംസം പിന്നെയും പുറത്ത് വരും, കട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കേട്ടിട്ട് തന്നെ ഇത് മാത്രം വിഷമം തോന്നുന്നുണ്ട്. അവസാനം ഈ ജിസ്മോൻ്റെ കാലിൽ ഷൈജു റാഫേൽ ഉടമ്പടി തൈലം അതിൻ്റെ സൈഡിൽ തേക്കും. നമുക്കറിയില്ല, ഉടമ്പടി തൈലം ഒത്തിരിയേറെ വിശ്വാസ പ്രമാണം ചൊല്ലി പൗരോഹിത്യത്തിൻ്റെ കർത്താവ് നൽകിയിട്ടുള്ള യോഗ്യത അനുസരിച്ച് കൃപാസ്ഥാനത്താറ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൃപാസ്ഥാനത്താറയിൽ കഴിഞ്ഞ 25 കൊല്ലം നടന്നിട്ടുള്ള ആരാധനകളെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവ് തന്ന ഉടമ്പടിയുടെ വെളിച്ചത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആശീർവദിക്കുന്നതാണ്. പക്ഷേ അത് ചില ആൾക്കാരെ ഇതുപോലെ വചന ഉള്ളിലുള്ളവരെ, വിശ്വാസത്താൽ വചന ഉള്ളിലുണ്ടാകുന്നവരെ അത്രയും ബോധ്യത്തോടെ അത് ചെയ്യും. അപ്പോഴത് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. പിന്നെ ഓപ്പറേഷൻ വേണ്ട, ഒറ്റ ആഴ്ചക്കുള്ള സംഭവം കരിഞ്ഞു മാറും, പിന്നെ ഒരിക്കലും അത് വരത്തില്ല. അത്ര അതിമനോഹരമായ സാക്ഷ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ സ്പീഡാണ് ഇതിൻ്റെ സ്പീഡെന്ന് പറയണത്. ഒരു വ്യക്തി വാഗ്ദാന പേടകമാകുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് സ്പീഡ്. അതെനിക്ക് ഞാൻ ഈ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് തന്ന ഒരു മാതൃകയാണ്, സ്പീഡിൻ്റെ ഒരു മാതൃകയാണ് നല്ല കള്ളനോട് കർത്താവ് എന്താ പറഞ്ഞത്? ഇപ്പം നമ്മൾ ഈ ലുക്കായുടെ സുവിശേഷമില്ലേ 23 ഇല്ലേ? അപ്പം നല്ല കള്ളനോട് ഈശോ എന്നാ പറഞ്ഞത്? ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. അതാ പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. അപ്പം ഇത്ര സ്പീഡായിട്ടാണ് ഇവന് നിത്യരക്ഷ കിട്ടണത്.
അപ്പോൾ നിത്യരക്ഷയിൽ ഈ സ്പീഡുണ്ടെന്ന് മനസ്സിലായില്ലേ? ഭൗതിക മേഖലയെ മാത്രമല്ല, ആധ്യാത്മിക മേഖലയിൽ സ്പീഡുണ്ട്. അപ്പം നിങ്ങളോർക്ക് ഈ അച്ഛനിങ്ങനെ ആൾക്കാരെ വശീകരിക്കാൻ വേണ്ടി ചില വിമർശകർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ വിമർശകർ എന്ന് പറയുന്നത് ഈ ഉടമ്പടി ഇറങ്ങിയ കാലത്ത് ഭയങ്കര വിമർശനമായിരുന്നല്ലോ. കാര്യം അതിൽ എന്നോട് അച്ഛന്മാർ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരം എന്നതിനാ തിരുത്താൻ പാടില്ലെന്നിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് പേജിൽ വായിച്ചു നോക്കൂ. ആ ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി പരിഹാരം ഉടനടി പരിഹാരം എഴുതിയിരിക്കുന്ന പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ സാക്ഷ്യങ്ങൾ വായിച്ചു നോക്കൂ. ആ സാക്ഷ്യങ്ങളുടെ ഹെഡിങ്ങാണത്. അത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ള മാറ്റം വരണത്. അത് ആധ്യാത്മിക ഭൗതിക മേഖല മാത്രമല്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടന്നിട്ട് വർഷങ്ങളായി, നിങ്ങൾക്ക് കുമ്പസാരം നടന്നിട്ട് വർഷങ്ങളായി, നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധമില്ലാതെ ഇങ്ങനെ വർഷങ്ങളായി. പക്ഷേ വൺസ് നിങ്ങൾ ഈ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ദൈവമായിട്ട് കണക്റ്റാകും. സെക്കൻഡുകൾക്കുള്ളിൽ കണക്റ്റാകും. അതെന്താണ്? ഉടമ്പടി ഫോർമുല എങ്ങനെയാണ്? ഉടമ്പടി ഫോർമുല എന്തിൻ്റെ ഫോർമുലയാണ്? വാഗ്ദാന പേടത്തിൻ്റെ ഫോർമുലയാണ്. വാഗ്ദാനത്തിൻ്റെ പേടത്തിൻ്റെ ഫോർമുല എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ്. സമയമായില്ല എന്ന് ഈശോ പറയുമ്പോഴേ അമ്മ പറയും അവൻ പറയണ പോലെ ചെയ്യാൻ. അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വാഗ്ദാന പേടകമാകണത്. ഈ സ്പീഡ് കാനായിൽ കല്യാണത്തിൽ നമ്മൾ യോഹന്നാൻ 2:5 കണ്ടതാണ്. ഈ സ്പീഡ് തന്നെയാണ് നല്ല കള്ളൻ്റെ ജീവിതത്തിലും കാണുന്നത്. നല്ല കള്ളനോട് എന്താ പറഞ്ഞത്? നാളെ നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കുന്നതല്ല, ഞാൻ ഈശോ അപ്പം തന്നെ ഉയർത്തുന്നിരുന്ന് വിശ്വസിക്കുന്ന ആളാണ്. സഭയുടെ ഒരു വെളിപാട് പാരമ്പര്യം ഉണ്ടല്ലോ. ആ യോന തിമിംഗലത്തിൻ്റെ വയറ്റിൽ 3 നാൾ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രനും ഉയർത്തെഴുന്നേൽക്കണം. അത് പ്രകടമായതാണ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രകടമായതാണ്. പക്ഷേ സംഭവം ഈ ഇവൻ്റ് പ്രകടമാകണതും ഈ ഇവൻ്റ് സംഭവിക്കുന്നതും സൈമിൾട്ടേനിയസ് ആണെന്ന് കരുതാൻ പ്രയാസമുണ്ട്. ഇവൻ്റ് സംഭവിക്കണം എന്താണ്? ഈശോ മരിച്ചപ്പോൾ തന്നെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമുക്കത് പ്രകടമായിരിക്കുന്നത് വചനത്തിൻ്റെ അങ്ങനെ ചിന്തിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. സഭയുടെ പഠനമല്ല ഈ പറയണത്. അങ്ങനെ ചിന്തിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഈ നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പണ്ടത്തെ ഫിലിമല്ലേ, കർത്താവിനെ കാൽവരിയിൽ അടിച്ച് ഒരു ചോരക്കട്ടയായിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്നിട്ട് ജസ്റ്റ് ഈശോ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഈശോ ഉയർത്തുന്നിട്ട് പോകും. ആ സെക്കൻഡുകൾക്കുള്ളിലേ സംഭവിക്കുന്നത്. അത് ഒരു ആശയം നമുക്ക് തരാൻ വേണ്ടിയാണ്. ഒരാശയം തരാൻ വേണ്ടിയാണ്. വചനത്തെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണതെല്ലാം തത്സമയമാണ് സംഭവിക്കുന്നത്. നമുക്ക് പ്രകടമാകണത് വേറെ സമയത്താണെന്നേ ഉള്ളൂ. അതിപ്പോൾ സൗഖ്യം അങ്ങനെ തന്നെയാണ്. അത് സൗഖ്യം അങ്ങനെ തന്നെയാണ് സംഭവിക്കണത്. അത് പറയണ സമയത്ത് തന്നെ സംഭവിക്കും. പക്ഷെ പ്രകടമാകണത് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ് ടൈം. സാധാരണ അങ്ങനെയാണ് എല്ലാ സൗഖ്യങ്ങളും വരണത്. ഇപ്പോൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു എന്ന് പറയും. ഇപ്പം ചില അതിൻ്റെ രീതികൾ വ്യത്യാസം, ഓരോ മിറക്കലിനും ഓരോ രീതികളാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഈ വചനം ആദ്യമായിട്ടും യേശുവിൻ്റെ മരണത്തിൻ്റെ ആ നിമിഷങ്ങളിൽ വാഗ്ദാന പേടകമായി മാറുന്ന ആൾ ഈ നല്ല കള്ളനാണ്. അയാൾക്ക് എന്താ സംഭവിച്ചത്? അയാളോട് എന്താ ഈശോ പറഞ്ഞത്? ഇന്ന് ലുക്ക 23:43 എന്താ പറയണത്? ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. അപ്പോൾ ഈശോ അപ്പം തന്നെ ഉയർത്തി നടത്താം. ടുഡേ. അപ്പം അവിടെ എല്ലാം ടൈമാണ് ഫോക്കസ് ചെയ്യണത്, സമയമാണ്. അപ്പം സമയം വചനം പാലിച്ച് കഴിയുമ്പോൾ ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞതറിയാം, ഇത് ഉടമ്പടി ധ്യാനമാണ്. ഉടമ്പടി ധ്യാനം നമുക്ക് നൽകിയ പരിശുദ്ധ അമ്മയാണ്. പക്ഷേ സുവിശേഷം മുഴുവനും ഉടമ്പടി പ്രകാരമുള്ള ഉയർത്തുന്നപ്പോൾ കാണാൻ പറ്റും. ഉടമ്പടി പ്രകാരമുള്ള നിത്യതയെ പ്രാപിക്കുമ്പോഴേ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് എന്താ നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, നിൻ്റെ ആധ്യാത്മിക തകർച്ചയും ഉടമ്പടി സെക്കൻഡുകൾക്കുള്ളിൽ നിന്നെ ഉയർത്തും. കാര്യം ഭൗതിക കാര്യങ്ങളൊക്കെ നേടണമെങ്കിൽ ആധ്യാത്മികമായി നീ വളരണമല്ലോ.
ഇത് വർഷങ്ങളായിട്ട് നീ തളർവാദ രോഗിയാണെന്ന് വിചാരിച്ചോ? ആത്മീയമായി നീ ഒരു തളർവാദ രോഗിയാണ് വർഷങ്ങളായിട്ട്. പക്ഷെ ഉടമ്പടി നിന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിൻ്റെ ആത്മീയ തളർവാദം മാറ്റിയിട്ട് ദൈവത്തെങ്കിലേക്ക് നിന്നെ അടുപ്പിക്കും. അപ്പം നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് നല്ല കള്ളൻ രക്ഷപ്പെട്ടത്? അത് ഈ ഉടമ്പടി ഫോർമുല അനുസരിച്ച് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കാം, വചനം നോക്കാമല്ലോ. അതായത് ലൂക്ക 23:43 42 നോക്കാം. 42 എന്താ പറയണത്? അതായത് 40 അപരൻ. ഇപ്പോൾ ലൂക്ക 23:40 അപരൻ എന്ന് വെച്ചാൽ അവനെ ശകാരിച്ചു കൊണ്ട് പറഞ്ഞു. അതായത് നല്ല കള്ളൻ അവിടെ വരണത്. ലൂക്ക 23:40 അപരൻ അവനെ ശകാരിച്ചു കൊണ്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല. ആരോട് പറഞ്ഞാണ്? ഇടതുവശത്ത് കിടക്കുന്ന കള്ളനോട് പറഞ്ഞതാണ്. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല. ദാറ്റ് മീൻസ് എന്താണ്? നല്ല കള്ളൻ ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവത്തെ ഭയപ്പെടുന്നത് എന്താണ്? ദൈവത്തിനോടുള്ള ഭയമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന്. അപ്പം ഈ നല്ല കള്ളൻ ജ്ഞാനിയായി മാറുകയാണ്. ഇപ്പം നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലെന്നല്ലേ പറയണത്. അപ്പം നമ്മൾ പാപാവസ്ഥയിലാണെങ്കിലും ദൈവത്തെ ഭയപ്പെട്ടാൽ രക്ഷപ്പെടുമെന്നാണിത് പറയണത്. നമ്മളിപ്പോൾ പാപാവസ്ഥയിലായിരിക്കും വിചാരിച്ചോ? ആണ് വിചാരിച്ചോ? പക്ഷെ അത് നിരാശയില്ല വേണ്ടത്. അതുപോലെ തന്നെ എനിക്കിങ്ങനെ പറ്റിപ്പോയല്ലോ, ഇനി ഞാൻ രക്ഷപ്പെടുമോ എന്നുള്ള ഭയമല്ല, ദൈവത്തോടുള്ള ഭയം മതി നമുക്ക്. നീ ഒരു തകർച്ചയിലാണെങ്കിൽ നിനക്ക് അയ്യോ ഞാൻ തകർന്നു പോയില്ല, തകർച്ചയെക്കുറിച്ചുള്ള ഭയമല്ല. ഞാൻ ഈ കടങ്ങളൊക്കെ ഇനി എങ്ങനെ വീട്ടും, എൻ്റെ മകളിപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കണില്ല, അവളെങ്ങനെ തിരിച്ചു പോകും, അങ്ങനെയുള്ള ഭയമല്ല നമുക്ക് വേണ്ടത്. ദൈവത്തെ ഭയപ്പെട്ടാൽ മതി. ദൈവത്തെ ഭയപ്പെടുന്നതാണ് ബിഗിനിങ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ ഉറവിടം. സങ്കീർത്തനം പറയുന്നതാണത്. പ്രഭാഷകനും അതേ വചനം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിനക്ക് തകർച്ച ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ട നല്ല കള്ളം പഠിൻ്റെ സുവിശേഷം എന്താണ്? ആദ്യം നീ ദൈവത്തെ ഭയപ്പെടുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കുക എന്നതിൻ്റെ അർത്ഥം. ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തി ജ്ഞാനത്തിൻ്റെ ഉറവിടം ആരംഭമാണ്. ജ്ഞാനം എവിടുന്ന് വേണ്ടതാണ്? ദൈവവചനത്തിൽ നിന്നാണ് ജ്ഞാനം വരണത്. സുഭാഷിതം 3:1-2 കാണിക്കണം, കണ്ടില്ലേ? അതായത് ജ്ഞാനത്തിൽ നിന്നാണ് ഉറവിടം വരണത്. ജ്ഞാനം വചനത്തിൽ നിന്നാണ്. അപ്പം നല്ല കള്ളൻ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിച്ചു? യേശു കർത്താവാണെന്ന് വിശ്വസിച്ചു. അതാണ് സാധനം. ഇവനെങ്ങനെയാണ് പെട്ടെന്നിങ്ങനെ വാഗ്ദാന പേടകമായി മാറണമെന്ന് നോക്കിയേ. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നല്ല കള്ളൻ ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് ഈ പറഞ്ഞത്. അവൻ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു, അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയാണ്. ഇപ്പം നമ്മൾ റോമ വായിക്കണില്ലേ? റോമ 10:9 വായിക്കണത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയാണ്. അതാണ് ഇവൻ ചെയ്യണത്. എന്നാൽ അതായത് ദൈവം അവന് മരിച്ചവളെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. ഈ രണ്ട് കാര്യമാണ് ഇവൻ ചെയ്യണത്. കാര്യം അടുത്ത വാചനം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത് നല്ല കള്ളൻ ഇത്ര സ്പീഡായിട്ട് രക്ഷപ്പെടാൻ കാര്യം എന്താ? കള്ളനായിട്ടൊന്നൊരു കാര്യമില്ല. നീ കള്ളനായാലും വിചാരിയായാലും നീ എന്തെല്ലാം സംഭവം നിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയാത്ത കാലത്ത് സംഭവിച്ചു പോയാലും നിനക്ക് വേണ്ടത് സംഭവിച്ചു പോയ കാര്യത്തെക്കുറിച്ചുള്ള ഭയമല്ല, ദൈവത്തെക്കുറിച്ചുള്ള ഭയമാണ്. അതാണ് ഇവൻ ചോദിക്കണം, നീ ദൈവത്തെ പോലും ഭയപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എങ്ങനെ? റോമ 10:9 അനുസരിച്ച് കൊണ്ട് അവൻ അധരം കൊണ്ട് ഏറ്റുപറയുന്നു. എന്തേറ്റു പറയുന്നു? യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നു. പിന്നെ എന്താ അവൻ ചെയ്യണത്? അവൻ കർത്താവിനോട് പറഞ്ഞു, അങ്ങേ രാജ്യത്തിൽ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾ അർഹിക്കുന്നതാണ് പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെ അനുസ്മരിക്കണമേ. 42:23-42 അവനെന്താണ്? യേശുവേ, നീ നിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെ അനുസ്മരിക്കണമേ. അതെന്താണ് വചനം? റോമ 10:9 തന്നെയാണ്.
ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ നല്ല കള്ളം വിശ്വസിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സാക്ഷികളായി ഞങ്ങൾ എല്ലാവരും ഇതൊരു പ്രോസസ്സാണ്. ശരിക്കും വ്യക്തി വാഗ്ദാന പീഠമാകണത് നല്ല കള്ളനെ പോലെ അവൻ ഈശോ ദൈവമാണെന്ന് അവൻ്റെ അധരം കൊണ്ട് അവൻ ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. എന്നിട്ട് ആണ് നല്ല കള്ളൻ്റെ പ്രാർത്ഥന വരുന്നത്. ആദ്യം അവൻ വിശ്വാസം പ്രഖ്യാപിക്കും, പിന്നീട് അനുദപിക്കും, പിന്നീട് പ്രാർത്ഥിക്കും. ഇതെല്ലാം ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആദ്യം എന്താണ്? വിശ്വസിക്കും. പിന്നെ എന്താണ്? അനുദപിക്കും. കാര്യം അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണത് തന്നെയാണ് അനുതാപം. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായിരുന്നുവെന്ന് പറയണത് അവൻ്റെ നിഷ്കളങ്ക രക്തം, പാപത്തിന് പരിഹാരമായി ചിന്തപ്പെട്ട സകലദാസനെക്കുറിച്ചാണ് നല്ല കള്ളൻ ആത്മീയമായ വചനം വിവേചിക്കുന്നത്. ആത്മീയമായ വചനം ആർക്കും വിവേചിക്കാൻ കഴിയും. അനുതാപം ഉണ്ടായാൽ മതി. ക്രിസ്തു ദൈവമാണെന്ന് പ്രഖ്യാപിച്ചാൽ മതി. ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിച്ചാൽ മതി. അതാണ് ഇടതുപക്ഷത്തെ കള്ളനെ അവനെ ശാസിക്കണത്. നമ്മുടെ തെറ്റുകളാണ് നമുക്ക് ശിക്ഷ കിട്ടിയത്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്തവൻ ഈ തെറ്റ് ചെയ്യപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പാപികളുടെ കൂടെ എണ്ണപ്പെട്ടതാണ്. അവൻ കുറ്റം ചെയ്യാതെ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു എന്നുള്ള ആത്മീയ വിവേചനമാണ് അവിടെ സംഭവിക്കുന്നത്. അതൊരു ഏറ്റുപറച്ചിലാണ്. ആ ഏറ്റുപറച്ചിലിൽ പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ആ ഏറ്റുപറച്ചിലിൽ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഒരു പക്ഷേ ബൈബിളിലെ ഏറ്റവും സ്പീഡായിട്ട് നടന്നൊരു മാനസാന്തരമാണ്. ഇപ്പം എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരായാലും അവർക്ക് ഒരു ചാൻസ് ഉണ്ട് മൊബൈൽ ബാപ്റ്റിസത്തിന്. എന്താ കാര്യം? അവർ യേശുവിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ ആ യേശു വിശ്വസിക്കുന്ന വ്യക്തി തൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടതെന്ന് ഏറ്റു പറഞ്ഞാൽ ദൈവം അവനെ മരിച്ചവളെന്ന് ഉയർപ്പിക്കുമ്പോഴേ ആ ഉയർപ്പിൽ പങ്കാളിത്തം എനിക്ക് കിട്ടുമെന്ന് വിശ്വസിച്ചാൽ ആ നിമിഷം നിനക്ക് നിത്യരക്ഷ കിട്ടും. ഞാനീ പറഞ്ഞ വചനങ്ങൾ കേട്ടാൽ മാത്രം മതി. ഇന്നത്തെ കാലത്ത് യേശു വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം മാറുക എന്നല്ല അർത്ഥം. യേശു വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ശുശ്രൂഷ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറുകയല്ല. അങ്ങനെ മാറാൻ ഭാഗ്യം ലഭിച്ചവർ കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൃപയ്ക്ക് മേൽ കൃപ കിട്ടും. പക്ഷെ നിത്യരക്ഷ പ്രാപിക്കുന്നതിന് അത് സങ്കീർണമല്ല എന്നേ പറയണത്. അത് നല്ല കള്ളൻ ഒരു നിമിഷം കൊണ്ട് കുരിശ് കിടന്ന് സമ്പാദിച്ചൊരു വിഷയമാണത്. അത് തൻ്റെ തെറ്റിനെക്കുറിച്ചുള്ള ഒരു ബോധം. രണ്ടാമത് കർത്താവ് തെറ്റുകാരനല്ലാഞ്ഞിട്ടും കർത്താവ് തൻ്റെ തെറ്റിന് വേണ്ടി നമ്മുടെ തെറ്റുകൾ ഏറ്റെടുത്തു എന്നുള്ളൊരു ബോധം. അത് പറയാനുള്ള അധരം കൊണ്ട് ഏറ്റുപറയാൻ ദൈവം മരിച്ചുവെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ കർത്താവിൻ്റെ വാക്ക് ഈ നിമിഷം നീ കേൾക്കും. എന്താണ്? നീയും എൻ്റെ കൂടെ നിത്യതയിലായിരിക്കുമെന്ന്. നിത്യത കിട്ടാനുള്ള എളുപ്പമാർഗ്ഗം അത്. അപ്പം എന്താ വിഷയം എന്ന് പറയണത്? ഓരോരുത്തർക്കും അവരവരുടെ സംസ്കാരത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയും.
അതിനാരും ആരുടെയും സംസ്കാരങ്ങൾ മാറ്റേണ്ട കാര്യമില്ല. സംസ്കാരം എന്നൊക്കെ പറയുന്നൊരു മാശ് പോലെയാണ്, മറുപിള്ള പോലെയാണ്. അപ്പം ആ മറുപിള്ള സംസ്കാരം, ഞാൻ ഈ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ്റെ ഒരു ബാഹ്യ മനുഷ്യൻ്റെ മറുപിള്ളയാണ് ഈ സാംസ്കാരിക പശ്ചാത്തലം എന്ന് പറയുന്നത്. ആ സാംസ്കാരിക പശ്ചാത്തലത്തെ തച്ചുടക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാസിസമാണ്. അതല്ല, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു, നിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു, അവൻ്റെ ഉയർപ്പിൽ നീ പങ്കാളിത്തം എനിക്ക് നൽകണമേ എന്ന് നീ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ ക്രിസ്തുവിൽ നിനക്ക് നിത്യരക്ഷ കിട്ടും. പിന്നെ ആത്മാവിൽ വളരണതൊക്കെ വേറൊരു വിഷയമാണ്. കാരണം വളർച്ച പലതരത്തിലാണല്ലോ. കുദാശകൾ ഇപ്പോൾ വഴി ജീവൻ സമൃദ്ധിയിൽ വളരുന്നതാണ് കത്തോലിക്ക സഭയുടെ ആധ്യാത്മികതയുടെ പ്രൊഫൗണ്ട്നെസ്, അതിൻ്റെ ധന്യത എന്ന് പറയുന്നത്. അതേസമയം തന്നെ ആ ഒരു സങ്കീർണമായ വിഷയത്തിൻ്റെ പേരിൽ ക്രിസ്തുവിന് ആർക്കും ലഭിക്കാതിരിക്കരുത്. കാര്യം ക്രിസ്തു അത്രയ്ക്ക് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വർഗീയ സമ്മാനമാണെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഈ 62-ാമത്തെ വയസ്സിൽ മനസ്സിലാകുന്നുണ്ട്. ഓരോ ദിവസം കൊണ്ട് കൂടിക്കൂടി വരികയാണ്. കാര്യം ഞാൻ വെറുതെ എന്തെങ്കിലും കേട്ടിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ട് പറയുകയല്ല, ഇതെൻ്റെ സ്വകാര്യമായ അനുഭവം ഞാൻ പറയുകയാണ്. കാര്യം ക്രിസ്തു അത്രയ്ക്ക് എന്താണ് നമുക്ക് ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ പറ്റും. പിന്നെ ഇതിൻ്റെ സ്പീഡ് വരണത് ഇപ്പം നല്ല കള്ള സ്പീഡിലാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. ഒന്ന്, അവൻ മറ്റവനോട് പറഞ്ഞു നമ്മുടെ തെറ്റുകൾക്ക് അർഹമായ ശിക്ഷയാണ് നമ്മൾ ഏൽക്കുന്നത്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം ദൈവവചനം, ഞാൻ അതിൻ്റെ കൂടെ ഇടയ്ക്ക് വായിക്കുന്നൊരു വചനമാണ്. നീ ഈ വചനം കേൾക്കുകയും, 2 രാജാക്കന്മാർ പലപ്പോഴും എൻ്റെ ചിന്തയെ ധ്യാനിപ്പിച്ചിട്ടുള്ളൊരു വചനമാണ്. അതായത് ഞാനിപ്പോൾ നല്ല കളൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അതൊന്ന് അനുസ്മരിച്ചതേ ഉള്ളൂ. 2 രാജാക്കന്മാർ 22:19 നീ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ സ്വയം വിനീതനാവുകയും ചെയ്തതുകൊണ്ട് നിൻ്റെ അനർത്ഥങ്ങളെ നീ കാണത്തില്ലെന്ന്. നിനക്ക് സംഭവിക്കാൻ പോകുന്ന അനർത്ഥങ്ങളെ നീ കാണത്തില്ല. അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും, ആധ്യാത്മികമായ അനർത്ഥങ്ങളാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി ആധ്യാത്മികമായ അനർത്ഥം, നിത്യത നഷ്ടപ്പെടാനുള്ള അനർത്ഥത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടാനുള്ള മാർഗം ഈ നല്ല കള്ളൻ്റെ ഗോസ്പൽ ഫോർമുലയാണ്. 2 രാജാക്കന്മാർ 22:19 ഇത് തന്നെയാണ് ഈ നല്ല കള്ളൻ ചെയ്തത്. എന്താണ്? 3 കാര്യങ്ങൾ. നീ ഈ വചനം കേൾക്കുകയും, അപ്പം നല്ല കള്ളൻ എന്തോ വചനം കേട്ടിട്ടുണ്ടല്ലേ? എന്ത് വചനമായിരിക്കും നല്ല കള്ളൻ കേട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? നല്ല കള്ളൻ ഒരു വചനം കേട്ടിട്ടാണ് ഇത്രയും മാനസാന്തരം ഉണ്ടാക്കിയത്. എന്ത് വചനമാണ് അദ്ദേഹം കേട്ടത്? അതായത് കർത്താവിൻ്റെ ഒരു വചനം. അതായത് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്ന വചനമാണ് ഈശോ പറഞ്ഞത്. അതാണ് ഈ കള്ളം കേട്ടിരിക്കണേ. അവൻ്റെ ഹൃദയം നുറുക്കിക്കളഞ്ഞ ഒരു വചനമാണ്. കാര്യം ഈശോ ഈ ആണുകളിൽ തൂങ്ങിപ്പിടഞ്ഞ ചോരക്കട്ടയായിട്ട് ശ്വാസമെടുക്കാൻ മരണവെപ്രാളം നടത്തുന്ന സമയത്ത് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു വചനം കേട്ടിട്ട് ഈ കള്ളൻ്റെ ചങ്കരച്ചു പോയി. ആ വചനം കേട്ടിട്ടാണ് ഈ നല്ല കള്ളൻ പറയണത്. എന്താ പറയണത്? അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷയിൽ നിന്ന് തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾ തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു.
ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു. അപ്പം കർത്താവ് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, അതിൽ നിന്നാണ് ഈ ആണിയെ തൂങ്ങിക്കിടന്നുകൊണ്ടേ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മനുഷ്യന് പറ്റാത്തൊരു പരിപാടിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അതാണ് ആ വചനം അയാൾ വിവേചിച്ചിട്ടാണ് അയാൾ തൻ്റെ മറുവശത്ത് തൂങ്ങിയ കള്ളനോട് സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പോഴേ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. അത് പറയണത് എളിമപ്പെട്ടുകൊണ്ടാണ് പറയണത്. അതാണ് 2 രാജാക്കന്മാരിൽ നമ്മൾ വായിച്ചത് 22:19. നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ സ്വയം വിനീതനാവുകയും ചെയ്തു. അപ്പോൾ വചനം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട സംഭവം എന്താണ്? പശ്ചാത്താപമാണ്. പിന്നെ എന്താണ്? കർത്താവിൻ്റെ മുമ്പിൽ വിനീതനാകണം. അതാണ് കലകള്ളം പറഞ്ഞ കർത്താവെ, അങ്ങേ രാജ്യത്തിൽ അങ്ങ് എഴുന്നള്ളുമ്പോൾ എന്നെ അനുസ്മരിക്കണമെന്ന്. ഒരു പക്ഷേ ആദ്യത്തെ വാഗ്ദാന പേടകം എന്ന് പറയണത് കർത്താവിൻ്റെ വചനം പാലിച്ച ഈ വലതുവശത്തെ കള്ളനാണ്. ഞാൻ അടുത്ത നിൻ്റെ അവസ്ഥ എന്ത് തന്നെയായാലും ശരി, നീ ക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ്റെ മരണത്തിൽ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റമില്ലാത്ത ചോരയാണ് അവൻ്റേത് എന്ന് പറഞ്ഞ് അവൻ്റെ മരണത്തെ പ്രഖ്യാപിച്ച് കർത്താവേ നിൻ്റെ രാജ്യത്തിൽ നീ എഴുന്നള്ളുമ്പോൾ എന്നെ അനുസ്മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉയർപ്പിൽ വിശ്വസിച്ച് റോമ 10:9 ആദ്യത്തെ എക്സിക്യൂഷൻ നടക്കുന്നത്, ആദ്യത്തെ പ്രായോഗികതയിൽ സുവിശേഷം അവനാകുകയും സുവിശേഷം ഏകുകയും ചെയ്യാൻ തൻ്റെ അടുത്തുള്ള കൂട്ടുകാരന് സുവിശേഷം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ആദ്യം അവൻ സുവിശേഷമാകും, പിന്നീട് അവൻ സുവിശേഷം ഏകും. ഇത് ഒരു കുരിശ് തൂക്കിക്കൊണ്ട് കിടന്നുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോഴേ സുവിശേഷമാകാനും സുവിശേഷം ഏകാനും ഏത് കുരിശ് തൂങ്ങിയാലും നമുക്ക് സാധിക്കും. അത് എൻ്റെ കഷ്ടപ്പാടെല്ലാം ഒന്ന് മാറട്ടെ, എൻ്റെ മകളുടെ കല്യാണം കഴിയട്ടെ, അവളുടെ കൊച്ചിനെ ബൗത്തിസ് കഴിയട്ടെ, ഞങ്ങളുടെ വീടൊന്ന് വെക്കട്ടെ, വീട്ടിൽ ചെറുക്കൻ കല്യാണം കഴിച്ചിട്ട് വീട് നോക്കാനൊരു ആൾ വരട്ടെ, ഇങ്ങനെ ഓരോരോ വയ്യാവേലികൾ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല. നിനക്ക് ചെയ്യേണ്ടത് നീ ഇപ്പോൾ ഒരു ക്യാൻസർ രോഗിയാണെന്ന് വിചാരിച്ചോ, ആ കള്ളൻ ഒരു വ്രണമായിട്ട് കുറിച്ച് തൂക്കിക്കിടക്കുമ്പോഴാണ് അവൻ സ്വയം മാനസാന്തരപ്പെട്ടുകൊണ്ട് അടുത്തവന് സുവിശേഷം കൊടുക്കണത്. അപ്പോൾ ഗോസ്പലിംഗ് വളരെ സിമ്പിളാണ്. അതിന് ഓരോരോ നിമിത്തങ്ങൾ കഴിയുമ്പോഴേ ഞാൻ റിട്ടയേർഡ് ആകട്ടെ, ചിലർ പറയും, ചില ഉദ്യോഗസ്ഥൻ പറയും റിട്ടയേർഡ് ആകട്ടെ, കർത്താവിന് വേണ്ടി വേല ചെയ്യണം. ചിലർ പറയും മൂത്തമാൻ്റെ കല്യാണം കഴിയട്ടെ, അല്ലെങ്കിൽ ഇളയമാൻ കെട്ടട്ടെ, ഇവിടെ ആരെങ്കിലും വീട്ടിൽ വരട്ടെ, എന്നിട്ട് വേണം സുവിശേഷം ചെയ്യാൻ. ഇതൊന്നും ആവശ്യമില്ല. നീ കുരിശ് തൂങ്ങിക്കിടന്നാലും കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ നീ ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റും. നിനക്ക് സുവിശേഷമാകാം, മറ്റുള്ളവർക്ക് സുവിശേഷം പങ്കുവെക്കാം. സെക്കൻഡുകൾക്കുള്ളിലായിരിക്കും കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തണത്. ശ്രുതികടെ ഹല്ലേലൂയ. ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ